ഈ പ്രദേശത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള വിഷയം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 9 മാസം മുമ്പ് നടന്ന വിലങ്ങാട് പ്രകൃതി ദുരന്തം 9 മാസം കഴിഞ്ഞിട്ടും അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. വിലങ്ങാട് പുനരധിവാസം സമ്പൂർണമായിട്ട് അവതാളത്തിലായി. ആദ്യം വിലങ്ങാട്ടെ വീടുകളെ സംബന്ധിച്ച്, നഷ്ടമായ വീടുകളെ സംബന്ധിച്ച്, ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നീങ്ങിയെങ്കിലും പിന്നീട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളും പക്ഷപാതപരമായ നടപടികളും കാരണം പ്രധാനപ്പെട്ട പല ആളുകളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചില ആളുകളെ തിരികെ കയറ്റുകയും ചെയ്തതിന്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാനത്തെ 5 മന്ത്രിമാർ വിലങ്ങാട് സന്ദർശനം നടത്തി, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. വീടുകൾ ഒഴിഞ്ഞു പോകുന്നവർക്ക് 15 ലക്ഷം രൂപ ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റ് പുനരധിവാസ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 9 മാസം കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയി. സമ്പൂർണമായിട്ട് അവതാളത്തിലായി. വിലങ്ങാട് ദുരിതബാധിതരോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്നത്. താൽക്കാലിക പുനരധിവാസ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ 1 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കാരണം ലാപ്സ് ആവുകയും ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷൻ നടന്നിട്ടില്ല. എന്തെല്ലാം പുനരധിവാസ നടപടികളാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് എവിടെയും ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. ഒഴിഞ്ഞു പോകുന്ന ആളുകളെ എവിടെ പുനരധിവസിപ്പിക്കും, അവർക്ക് എന്താണ് സൗകര്യങ്ങൾ, തകർന്ന വീടുകളെ സംബന്ധിച്ച് ഇപ്പൊ കലക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇനി അവിടെ മേലിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഗവൺമെന്റ് ഇതെല്ലാം കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും പക്ഷെ അവസാന നിമിഷം വരെ അവ്യക്തതകൾ തുടരുകയും. അതുകൊണ്ട് വിലങ്ങാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം. വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പാക്കണം. എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. 9 മാസം വിലങ്ങാട് പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ക്ഷമിച്ചു. ഇനി അതിനവർ തയ്യാറാവുകയില്ല. വിലങ്ങാട് പ്രശ്നത്തിൽ സത്വര നടപടികൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ BJP നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടപടികൾ വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരോട് തീർച്ചയായിട്ടും അവർ ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട്